PSC പരീക്ഷയിൽ ഒരു മാർക്ക് ഉറപ്പിക്കാവുന്ന ഒരു വിഷയമാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം. 1957 ആദ്യ കേരള തിരഞ്ഞെടുപ്പിനെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. 1957 നടന്ന ഈ തിരഞ്ഞെടുപ്പിലാകെ 114 നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 102 എണ്ണം ഒറ്റ അംഗ മണ്ഡലങ്ങളും 12 എണ്ണം 2 അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഡ്യൂവൽ മണ്ഡലങ്ങളുമായിരുന്നു. അതായത് 126 MLAമാരെയാണ് തെരഞ്ഞെടുത്തത്. വോട്ടർമാരുടെ എണ്ണം നോക്കിയാൽ ആകെ 75 ലക്ഷം മുകളിലുള്ള ആളുകൾ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു. 58 ലക്ഷം പേർ വോട്ട് ചെയ്തു. അതായത് ഏകദേശം 65.49% പോളിംഗ്. ആദ്യ കേരള നിയമസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 1. ആദ്യ മന്ത്രിസഭ അധികാരത്തിൽ വന്നത് ഏപ്രിൽ 5. ആദ്യ സമ്മേളനം നടന്നത് ഏപ്രിൽ 27. കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായത് EMS നമ്പൂതിരിപ്പാടായിരുന്നു. ധനകാര്യം C. അച്യുതമേനോൻ. വിദ്യാഭ്യാസം സഹകരണം ജോസഫ് മുണ്ടശ്ശേരി. തൊഴിൽ ഗതാഗതം TV തോമസ്. വ്യവസായം KP ഗോപാലൻ. വനംഭക്ഷ്യ വകുപ്പ് KC ജോർജ്. പൊതുമരാമത്ത് DA മജീദ്. തദ്ദേശ സ്വയംഭരണം PK ചാത്തൻ മാസ്റ്റർ. റവന്യൂ എക്സൈസ് KR ഗൗരിയമ്മ. നിയമം വൈദ്യുതി KR കൃഷ്ണയ്യർ. ആരോഗ്യം AR മേനോൻ. ആകെ 11 മന്ത്രിമാർ ഉണ്ടായിരുന്ന ഈ മന്ത്രിസഭയിൽ ഒരു വനിതാ മന്ത്രി മാത്രം, അത് KR ഗൗരിയമ്മ. ഇനി വനിതാ പ്രതിനിധികളെക്കുറിച്ച് നോക്കാം. 9 വനിതകൾ മത്സരിച്ചെങ്കിലും 6 പേർ വിജയിച്ചു. അതിൽ 3 പേർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും മറ്റ് 3 പേർ കോൺഗ്രസിൽ നിന്നുമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവർ KR ഗൗരിയമ്മ, KO ഐഷാബായ്, റോസമ്മ പൊന്നൂസ്. കോൺഗ്രസിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവർ കുസുമം ജോസഫ്, ലീല ദാമോദരൻ, ശാരദ കൃഷ്ണൻ എന്നിവർ ആയിരുന്നു. ഒന്നാം കേരള നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി WH ഡിക്രൂസ് ആയിരുന്നു അദ്ദേഹം. ഭരണഘടനാ പ്രകാരം ഗവർണർ നാമനിർദ്ദേശം ചെയ്ത് സഭയിൽ ആദ്യത്തെ ആളായിരുന്നു. ഇന്ന് ഈ സ്ഥാനം ഇല്ലാതായിരിക്കുന്നു. കേരളത്തിന്റെ ആദ്യ ഗവർണർ ഡോക്ടർ B രാമകൃഷ്ണ റാവു. പ്രതിപക്ഷ നേതാവ് PT ചാക്കോ. ആദ്യ സ്പീക്കർ R ശങ്കരനാരായണൻ തമ്പി. വിമോചന സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ നിയമസഭ പിരിച്ചുവിട്ടത് 1959 ജൂലൈ 31 ഇത്തരത്തിലുള്ള PSC റിലേറ്റഡ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.